നമസ്കാരം. ലൈഫ് ഭവന പദ്ധതിയും ഇതാ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പിണറായി വിജയൻ സർക്കാരിൻ്റെ വലിയ ആഘോഷമായ വലിയ വാഗ്ദാനമായ ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. ആ ലൈഫ് മിഷൻ പദ്ധതിയും പലതും ഇപ്പോൾ തകർച്ചയിലേക്കാണ്. പൂർത്തിയാക്കിയ കെട്ടിടങ്ങൾ പലതും പൂർത്തിയാക്കാൻ കഴിയുന്നില്ല, പൂർത്തിയാക്കിയ ആൾക്കാർക്ക് കൊടുക്കാനും കഴിയുന്നില്ല. അങ്ങനത്തെ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ലൈഫ് മിഷൻ പദ്ധതി പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതി ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം ചർച്ചകൾ വന്നിട്ടുള്ളതാണ്. കാരണം അതിനകത്ത് നടന്ന അഴിമതി, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ പാവങ്ങൾക്ക് വേണ്ടി ഒരു കയറിക്കിടക്കാൻ അന്തിക്ക് തലചായ്ക്കാൻ ഒരു വീട് നൽകിയിട്ട് അതിൽ നിന്നും കോടികൾ അടിച്ചു മാറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ സർക്കാരിൻ്റെ കാലത്ത് കണ്ടത്. എന്തായാലും ഇപ്പോൾ ഈ ഭവന പദ്ധതി ആകെ തകരാൻ പോവുകയാണ് എന്നതാണ് കാണേണ്ടത്. എന്നാൽ സർക്കാർ പറയുന്നത് ഒരു കാരണവശാലും ഈ ലൈഫ് മിഷൻ പദ്ധതി കുഴപ്പമുണ്ടാകില്ല, മുന്നോട്ട് തന്നെ പോകും എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. നല്ല കാര്യം, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. ഇനി ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്താണ്? ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരും കൂടി ഇതിനകത്ത് പണം കൊടുക്കുന്നുണ്ട്. ഒരു വിഹിതം കേന്ദ്ര സർക്കാരിന് അവരുടെ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്ന പദ്ധതി പ്രകാരം, പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന എന്ന പദ്ധതി പ്രകാരം ഇന്ത്യയിലുള്ള എല്ലാ പാവങ്ങൾക്കും വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള പദ്ധതിയാണത്. അത് കേരളത്തിലും അവർക്ക് അങ്ങനെ വീട് വെച്ച് കൊടുക്കാൻ പണം കൊടുക്കുന്നുണ്ട്. അത് ഗ്രാമപ്രദേശങ്ങളിൽ 72,000 രൂപയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നഗരപ്രദേശങ്ങളിൽ 1.5 ലക്ഷം രൂപയുമാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ തുക വളരെ പരിമിതമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം 72,000 രൂപ കൊണ്ടൊരു വീട് വയ്ക്കാനോ നമുക്കൊരു വീടിന് ആവശ്യമായ ഇഷ്ടികയും സിമൻറ്റും ഇറക്കാൻ പോലും മാത്രമേ തികയൂ, ബാക്കി ഒന്നിനും തികയില്ല നമുക്കറിയാം. കാരണം നമ്മുടെ ഇവിടുത്തെ നിർമ്മാണ ചെലവും സാധനങ്ങളുടെ ചെലവും എല്ലാം കൂടുതലാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് പരിമിതമാണ്. കാരണം 72,000 രൂപ എന്ന് പറയുന്ന ഒരു വീടിന് വളരെ പരിമിതമാണ്. അതുപോലെ നഗരങ്ങളിൽ 1.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് അല്പം മെച്ചമാണെങ്കിലും അതും പരിമിതമാണ്. അപ്പോഴാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അതിൻ്റെ കൂടെ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടും കൂടെ ഉപയോഗിച്ചുകൊണ്ട് ലൈഫ് മിഷൻ പദ്ധതിയെ പരിപോഷിക്കാൻ കൊണ്ടുവന്നത്. അങ്ങനെ മൊത്തം കൂടുതൽ തുക ഇപ്പോൾ മുടക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അങ്ങനെ 4 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഒരു വീടിന് ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ കൊടുക്കുന്നത്. ഇപ്പോഴാണ് ഇവിടെ ഒരു ചെറിയ തർക്കം വന്നത്. ഈ ലൈഫ് മിഷൻ പദ്ധതി കേരള സർക്കാരിൻ്റെ നേട്ടമായിട്ടാണ് എല്ലായിടത്തും കൊട്ടിഘോഷിക്കുന്നത്. കാരണം കേരള സർക്കാരാണ് ഏറ്റവും അധികം തുക അതിനകത്ത് വിനിയോഗിക്കുന്നത്. പക്ഷേ അതിനകത്ത് നാമമാത്രമായിട്ടാണെങ്കിൽ പോലും, പരിമിതമാണെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുമുണ്ട്. അത് കൂട്ടിത്തരണം എന്ന് ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ നമ്മുടെ സാഹചര്യങ്ങളെ വെച്ച് ചോദിച്ചാൽ കിട്ടുമായിരിക്കാം. പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ട് ആ തുക കിട്ടുന്നില്ല, ഈ കരുതുന്ന 4 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരിൻ്റെതാണ് എന്ന് ഉള്ള പ്രചരണമാണ് നടക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിനെ ബുദ്ധിമുട്ടായി. കേന്ദ്ര സർക്കാർ പറഞ്ഞു, ഞങ്ങളുടെ PMAY അതായത് പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന എന്ന ആ പേരും ആ മുദ്രയും കൂടി വീടുകളിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലൈഫ് മിഷൻ എന്ന് മാത്രം സർക്കാരിൻ്റെതാണെന്ന് മാത്രം പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ കേരള സർക്കാർ പറഞ്ഞു അത് പറ്റില്ല, അത് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക്, വീട്ടിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ്. അവരുടെ വീട്ടിൻ്റെ മുമ്പ് ഇത് PMAY എന്നതും ലൈഫ് എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതി വെക്കുന്ന അവർക്ക് അന്തസ്സിന് കേടാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് കാണേണ്ടത്, എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ എത്രയോ വീടുകൾ EMS ഭവന പദ്ധതി എന്ന് പറയുന്നത് വച്ച് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വീടുകൾ ഞാൻ ധാരാളം കാണുന്നുണ്ട്. ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. ഞാൻ പോകുന്ന വഴിയിലൊക്കെ EMS ഭവന പദ്ധതി എന്ന് എഴുതി വെച്ചിട്ട്, അപ്പോൾ എന്താണ്, അന്തസ്സിന് കേട് വന്നില്ലേ? EMS ഭവന പദ്ധതി എന്ന് അവർ താമസിക്കുന്ന വീടിൻ്റെ മുമ്പ് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അവരുടെ ചെലവിൽ തന്നെ, വീട്ടുകാരുടെ ചെലവിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മുദ്ര ഇവർക്ക് അന്തസ്സ് വരുന്നില്ലേ എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും കേന്ദ്ര സർക്കാർ പിന്നോട്ടില്ല. നമ്മുടെ മന്ത്രി MP രാജേഷ് ഇതൊക്കെ അന്തസ്സിന് കേടാണ് ഞങ്ങൾക്ക്, അതുകൊണ്ട് അത് മുദ്ര വയ്ക്കാൻ പറ്റില്ല, ഞങ്ങൾ മുദ്ര വയ്ക്കുന്നില്ല, പിന്നെ എന്തിന് നിങ്ങൾ മുദ്ര വയ്ക്കണമെന്നാണ് ചോദിച്ചത്. പക്ഷെ ഞങ്ങൾ മുദ്ര വയ്ക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ലഭിച്ച വീട് എന്ന് വയ്ക്കുന്നുണ്ടല്ലോ. ആ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ലഭിച്ച വീട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് മുദ്ര വയ്ക്കൽ തന്നെയാണല്ലോ. അപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പണം വേണം, പക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്ന് പറയാതിരിക്കുക, അതിനെ ഒളിച്ചു വയ്ക്കുക. അങ്ങനെ നിരവധി പദ്ധതികൾ കേരളത്തിൽ അങ്ങനെ ഈ സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിൽ 1,424 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു. നഗരങ്ങൾക്ക് 1,424 കോടി രൂപ കൊടുക്കുകയും ഗ്രാമങ്ങൾക്ക് 187 കോടി രൂപയും കൊടുത്തു
കൊടുത്തിട്ടുണ്ട്. പക്ഷെ 2020-21 ശേഷം ഈ പുതിയ കെട്ടിടങ്ങൾക്ക് അനുമതി കൊടുക്കുകയോ പുതിയ കെട്ടിടങ്ങൾക്ക് പെർമിഷൻ കൊടുക്കുകയോ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിട്ട് അത് കേന്ദ്ര ഫണ്ട് പിടിച്ചു വയ്ക്കുകയാണ്. അവർ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഞങ്ങളുടെ പദ്ധതിയെ അവരുടെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായിട്ട് വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഭവന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കേരള സർക്കാർ പറയുന്നു. അത് നല്ല കാര്യം തന്നെയാണ്.